എങ്ങനെയാണമ്മേ ഞാൻ ജീവനെ വെറുക്കേണ്ടത്? അമ്മ ഹരിയോടും അമ്മാവനോടും സംസാരിക്കണം. ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ജീവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അമ്മ പേടിക്കുന്ന കാര്യം എന്തായാലും എനിക്കതിൽ കുഴപ്പമില്ല. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മടുത്തമ്മ. നമുക്ക് സത്യസന്ധമായിട്ട് ചിരിക്കണ്ടേ? മനസ്സിലെ വല്ലായ്മയില്ലാതെ ആളുകളുടെ മുഖത്ത് നോക്കണ്ടേ? വേണം. പക്ഷെ ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. മോൾ എന്താ കരുതിയത്? ജീവനെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നു? ഒരിക്കലുമില്ല. കാലങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയില്ലായ്മയിൽ നിന്നും അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ അമ്മ പ്രതീക്ഷയോടെ അവന്റെ അടുത്ത് കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്ന അവൻ പാവമായിരിക്കണേന്ന്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണേന്ന്. പക്ഷെ അമ്മ കണ്ടത് അതൊന്നുമല്ല. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മൂർച്ച കൂടിയ ഒരാളെയാണ്. മോളെ, ഞാൻ നിഷേധിക്കുന്നത് എന്റെ മകനെയാ. ഒരമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവുമെന്നറിയോ? ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് മോളുടെ നന്മയിലായിരിക്കും. ആയിരിക്കണം. അല്ലെങ്കിൽ ഈ അമ്മ കഷ്ടപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. എല്ലാത്തിനെയും നമ്മൾ നേരിട്ടേ പറ്റൂ. തൽക്കാലം ഈ അമ്മയ്ക്ക് വേണ്ടിയാ സഹിക്കുന്നതെന്ന് ഓർത്ത് നീ കരച്ചിലടക്കും. ഒക്കെ മാറും. നിന്റെ മുൻപിൽ മുഖമൂടിയിട്ടിരിക്കുന്നവർക്ക് നീ കാണുക അതഴിച്ചു വെക്കേണ്ടി വരും. അതിനി അധികം സമയമൊന്നുമില്ല. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എന്റെ ജീവിതം അതിനു വേണ്ടിയാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം. മധുര